എൻ്റെ വീര്യം നോക്കാനാണ് പറയണത്. എനിക്ക് മനസ്സിലായി. കുറച്ച് വീര്യം കുറച്ച് കുറവാണ്. അല്ല, ലീഗിൻ്റെ നിലപാടല്ലേ വന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞങ്ങളെ മുഖ്യമന്ത്രി അല്ലേ, ഞങ്ങളുടെ മുഖ്യമന്ത്രി അല്ലേ. ഞങ്ങൾക്ക് സമിതി ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ എതിർത്ത്. അതല്ല മാറ്റ ഞങ്ങൾക്ക് അങ്ങനെ സമിതി ഉണ്ടാകുക പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോൾ സമിതിയാ. ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറയുന്നില്ല. അത് എൻ്റെ കുനിഷ്ഠ ചോദ്യമാണ്. അത് ഇനി അവിടെ വെച്ചാൽ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിൻ്റെ നിലപാട് വളരെ കൃത്യമായിട്ട് ഇന്നലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സഭയിൽ നടത്തിയിട്ടുള്ള ഡിബേറ്റ് ഉണ്ട്. അതിൻ്റെ അവസാനത്തിൽ മുഖ്യമന്ത്രി എത്തിയിട്ടുള്ള കൺക്ലൂഷനുണ്ട്, എങ്ങനെയാണ് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്തൊരു പ്രത്യേകിച്ചൊരു നിലപാട് ആ മന്ത്രിസഭയിൽ അംഗമെന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതിനകത്ത് മുന്നണി യു ഡി എഫ് ചേരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയണത് എന്താ വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അഭിപ്രായവും ഞാനിനി പ്രത്യേകിച്ച് എൻ്റെ ഭാഗത്തുനിന്ന് പറയേണ്ടതായിട്ടില്ല. വളരെ കൃത്യമായിട്ട്, കാരണം പത്രക്കാർ ചോദിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഷാർപ്പായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. അതിന് ധനകാര്യമന്ത്രി, പഴയ ധനകാര്യമന്ത്രി ചോദിക്കുകയുണ്ടായി. കൃത്യമായിട്ട് അതിനൊക്കെ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്ത് വിശേഷിച്ച് എന്തെങ്കിലും ഒന്നും പറയാനില്ല. പിന്നെ യു ഡി എഫുമായി ചോദിച്ചത്, യു ഡി എഫിനകത്ത് ഞങ്ങളോട് ചോദിച്ചില്ല ഞങ്ങളോട് പറഞ്ഞില്ല എന്നുള്ള പരാതി യു ഡി എഫിൽ ആർക്കും ഒരു ഘടകകക്ഷിയും ഇതുവരെ പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരാതി മുസ്ലിം ലീഗ് അഭിപ്രായപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ക്യാബിനറ്റിനകത്തും ഞങ്ങൾ എല്ലാ ഘടകകക്ഷികളും ഇരിക്കുന്നുണ്ട്. ആ ഘടകകക്ഷികൾക്കിടയിൽ ഈ നിലപാട് പറയുന്ന സമയത്തോ ആരെങ്കിലും ഇത് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞില്ല എന്ന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൂട്ടുത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ടുമില്ല. ഉണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ടാവാം. ലീഗ് മുന്നണിയുടെ നിലപാടിൻ്റെ കൂടെയാണ്, അത്രേ ഉള്ളൂ. മുസ്ലിം ലീഗിനായിട്ട് വേറെ നിലപാടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ മുന്നണിയുടെ അകത്തേ പറയുള്ളൂ. പുറത്തു പറയാനുള്ളത് ലീഗ് പറഞ്ഞു കഴിഞ്ഞു. അത് മന്ത്രിസഭയിൽ വന്ന മുഖ്യമന്ത്രിയുടെ കമന്റിനപ്പുറത്തേക്ക് ഒരഭിപ്രായം ഇപ്പം ഞങ്ങൾക്ക് പറയാനില്ല. പക്ഷേ എവിടേക്കോ ഇതിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വി എം സുധീരനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇതിനെതിരെ രംഗത്ത് വന്നു. ഒപ്പം തന്നെ പല മതമേലധ്യക്ഷന്മാർ രംഗത്ത് വരുന്നു. ഒരു അവ്യക്തത കുറവ് എവിടേക്കോ നിലനിൽക്കുന്നുണ്ട്. അതേ ഞങ്ങൾ പരിഹരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ആ അവ്യക്തതകളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് പരിഹരിച്ചോളൂ. അതിനകത്തൊരു യാതൊരു ബേജാറുമില്ല. കേരളത്തിലെ മദ്യനയത്തെക്കുറിച്ച് ഈ ഒരു മാസത്തിനിടയ്ക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്കൊക്കെയുള്ള വേവലാതി ഞങ്ങൾക്ക് വളരെ സന്തോഷിക്കുകയാണ്. ഞങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയ്ക്ക് മദ്യം ഒഴുക്കിയിട്ട് ചരിത്രത്തിലില്ലാത്ത മദ്യത്തിൻ്റെ കടലുണ്ടാക്കിയത് 10 വർഷത്തിനിടയിലാണ്. അപ്പോഴൊന്നും ഇല്ലാത്ത ആശങ്കകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നതിൽ വലിയ സന്തോഷം നമുക്കുണ്ട്. കാരണം കേരളം മദ്യത്തിൽ നിന്ന് പതുക്കെ ആളുകളെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പോളിസി. അതിൽ നിലപാടിൽ വ്യത്യാസമൊന്നുമില്ല. 20 ബാറുണ്ടായിരുന്നിടത്ത് 2000 ബാറ് കൊണ്ടുവന്നിട്ടല്ല അതിനെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാലക്രമേണ മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെടുത്ത ഒരു സ്റ്റെപ്പിൽ ആ സ്റ്റെപ്പിനെ അങ്ങോട്ടങ്ങ് പിടിച്ചിട്ട് ഗവൺമെൻറ്റിനെ അതിൻ്റെ പേരിൽ വട്ടം കറക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് സഭയിൽ തന്നിട്ടുണ്ട്. അത് ഡാറ്റ വൈസ് ആയിട്ടാണ് പറഞ്ഞത്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. അല്ല, അതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പരാതി ഇല്ലല്ലോ. പിന്നെ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ അതിനകത്തുള്ള ഒരു കമൻറ്റും നിങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പോൾ കിട്ടുമെന്ന് വെറുതെ പ്രതീക്ഷിക്കേണ്ട. അതിന് വളരെ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്ത് ഒരു കമൻറ്റും. ആ ഒഴുക്ക് ഒഴുകുന്ന ഞങ്ങൾ തടഞ്ഞോളൂ, കുറച്ച് സമയമുണ്ട്. അപ്പം നിങ്ങൾ വേദാറുണ്ട്. അതിനിപ്പോൾ ഒരു മാസം കൊണ്ടുള്ള ഒഴുക്കെല്ലാം കൂടി തടയാനൊന്നും കഴിയില്ലല്ലോ. ഞങ്ങൾ ഒരു മാസമായിട്ടുള്ളൂ സുഹൃത്തെ, ഒരു മാസമായിട്ടേ ഉള്ളൂ. അല്ലേ, മനസ്സിലായില്ലേ? ഞങ്ങൾ ഒരു മാസമായിട്ടുള്ളൂ. 10 കൊല്ലം കൊണ്ട് ഈ പണിയൊക്കെ ഒപ്പിച്ച് വെച്ചവർ അപ്പുറത്ത് ഇരുന്നിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു മയം വേണ്ടേ? ഒരു മാസം വന്നിട്ട് ഒരു സ്റ്റെപ്പ് അല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. അവർ എന്ത് ചെയ്ത് ചെയ്യാണെന്നല്ല ഞങ്ങൾ വന്നത്. ഞങ്ങൾ എന്താ ചെയ്യാണെന്നുള്ള കാലക്രമം നിങ്ങൾക്ക് ബോധ്യമാവും. അതിനൊരു സമയം, ഞാൻ പലപ്പോഴും പറഞ്ഞു, ഒരു സമയം തരുന്ന ഒരു മര്യാദ ഇല്ലേ? ആയിക്കോട്ടെ, വി എം സുധീരൻ പറഞ്ഞോട്ടെ. അത് മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്, ഓരോരുത്തർ അഭിപ്രായം പറയും. അതിനൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടെങ്കിൽ വേറെ ചോദിക്കാനുണ്ടോ? കൃത്യമായിട്ട് അല്ല, എനിക്ക് അത്ര വീര്യം കുറവാണ് ആ വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീര്യം നോക്കാനാണ് പറയണത്. എനിക്ക് മനസ്സിലായി. കുറച്ച് വീര്യം കുറച്ച് കുറവാണ്. കാരണം എന്താ വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളല്ല ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഉണ്ടാവുക. അതിൻ്റെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എൻ്റെ വീര്യം കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ തൽക്കാലം വീര്യം കുറഞ്ഞു കൊടുക്കാനാണ് തീരുമാനിച്ചത്. ആയിക്കോട്ടെ. LDF അതൊക്കെ ചെയ്യട്ടപ്പോൾ, ഭയങ്കര സംഭവമാണല്ലോ. ഞങ്ങൾ LDFിനെ മറുഭാഗത്തില്ല. LDF ഇങ്ങനെ നിഷ്ക്രിയമായിട്ട് ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഭരിക്കാൻ ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ LDF എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിൽ അവരപ്പുറത്തിരിക്കും. അവർ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായിട്ട് ഞങ്ങളോട് സംസാരിക്കും. അവർ ചെയ്യേണ്ട റോൾ അതാണ്. ഞങ്ങളതിനൊക്കെ ബഹുമാനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്കത് പറയേണ്ട റൈറ്റും ഉണ്ട്. അതെ, കറക്റ്റ് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ്. അതാ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അവർ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ മദ്യനയത്തിൽ കേരളത്തിൽ 10 വർഷക്കാലത്തിനിടയിലുണ്ടായിട്ടുള്ള അതിഭീകരമായ
പിന്നെ നിലപാടില്ലായ്മയുണ്ട്. അത് എന്ന് വെച്ചാൽ അത് ചോദിച്ചതിന് മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല. അതാ പൈസ ഞങ്ങൾ ഒരു സാക്ഷി. അത് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് വർത്താനില്ല. ഇങ്ങനെയാണോ മദ്യം നയം ഉണ്ടാക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെയാണോ മദ്യം കുറക്കലെന്ന് ചോദിക്കുമ്പോൾ ഒരു 100 കൂട്ടിയെന്ന 1000 കൂട്ടിയെന്ന ആയിരക്കണക്കിന് മദ്യഷാപ്പുകൾ കേരളത്തിൽ തുറന്നു. ഇപ്പോഴും പക്ഷേ നമ്മൾ ജാഗ്രത കാണിക്കുന്നതിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മാസമായപ്പോഴത്തേക്കും ജാഗ്രത വന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ആ ജാഗ്രത ഞങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വേണം, തീർച്ചയായിട്ടും വേണം. മുഖ്യമന്ത്രി പറയുന്നത് ഇത് യുഡിഎഫിൽ ഇത് ചർച്ച ചെയ്യുമെന്നാണല്ലോ. ലീഗിന്റെ നിലപാട് എന്താ? ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ കിട്ടേണ്ട പോയിന്റ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കിട്ടേണ്ട പോയിന്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ ഈ മന്ത്രിസഭക്കകത്ത് ഇന്നലെ മുഖ്യമന്ത്രി ഞങ്ങളുടെ മുഖ്യമന്ത്രി അല്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കണം അതല്ല. ഞങ്ങൾ ക്യാബിനറ്റിലുള്ള ലീഗൊന്നും ലീഗല്ലേ? ക്യാബിനറ്റിൽ 5 മന്ത്രിമാരില്ലേ? ഞങ്ങൾ 5 മന്ത്രിമാർ കൂടി അറിഞ്ഞുകൊണ്ടല്ലേ ഇന്നലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നത്. എന്നാൽ പിന്നെ ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പറഞ്ഞോ? ഇനിയിപ്പം ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് അഭിപ്രായം അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റി പറയേണ്ടതുണ്ടെങ്കിൽ ഞാനല്ല പറയേണ്ടത്, കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹം ഇന്നലെ അവിടെ സഭയിലില്ലേ, ഒന്ന് പിന്നെ മുഖ്യമന്ത്രിനെ ചെറുതായി തോണ്ടാവുന്ന അകലല്ലേ ഉള്ളൂ, തോണ്ടിയിട്ടില്ലല്ലോ, വിലക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾ ഈ നിലപാടിൻ്റെ കൂടിയാണ് മുഖ്യമന്ത്രി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ഈ ഇതിൽ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞോ? പറ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ അഭിപ്രായമില്ലേ? ഉണ്ടല്ലോ. ആ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഞങ്ങളൊരു സമിതിനെ വെച്ചിരിക്കുന്നു. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് നിയമസഭയിൽ പറഞ്ഞല്ലോ. ഞങ്ങളുടെ പിന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങളൊരു സമിതിനെ വെക്കുക. ഈ സമിതി തമാശക്ക് വെച്ചതാ. ആ സമിതി പറയട്ടെ എന്ന്. നിങ്ങളൊരു സമയം തരണ്ടേ? ഈ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു റൈറ്റ് ഇല്ലേ? ഒരു സമിതിയെ വെച്ചിട്ട് ആ സമിതിയുടെ റിപ്പോർട്ട് വരാതെ നിങ്ങൾ എന്തായി പിന്നെ നിന്റെ സമിതി ഉണ്ടാക്കിയത്? ഞങ്ങൾക്ക് സമിതി ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ എതിർത്ത്. അതല്ല മാറ്റ ഞങ്ങൾക്ക് അങ്ങനെ സമിതി ഉണ്ടാകുക. പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോൾ സമിതിയാ? അതൊന്നറിയില്ല. അതൊന്നും പിന്നെ അങ്ങനെ ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറയുന്നില്ല. അത് എൻ്റെ കുനിഷ്ഠ ചോദ്യമാണ്. അത് ഇനി അവിടെ വെച്ചാൽ മതി. യുവജന സംഘടനകൾ വലിയ പ്രതിഷേധം നടത്തി. സമരം നടന്നിടത്ത് കുറെ ബ്ലേഡുകൾ കണ്ടെത്തിയത് ഇപ്പോൾ പോലീസ് വെച്ചതാണ്, ഡിവൈഎഫ് വെച്ചതാണ്, SFI വെച്ചതാണ് ചർച്ചകളുണ്ട്. അല്ല, ഈ സമരമുഖത്തിന് ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് റോട്ടിലെ വെള്ളം കോരിയിട്ട് നിയമസഭയെ കൊണ്ടുവരുന്നു, ബ്ലേഡുകൾ കാണുന്നു. അതൊക്കെ ഇനിയിപ്പോൾ പലതും കേരളത്തിൽ കാണാനിരിക്കുന്നുണ്ട്. കാരണം സമരമൊക്കെ ജനാധിപത്യപരമായിട്ട് നടക്കട്ടെ. കുറച്ചൊക്കെ ഒരു സമരം ചെയ്തിട്ട് ഇനി പഴയ സമര രീതികൾ മറന്നുപോയാണെങ്കിൽ 10 കൊല്ലത്തിൻ്റെ ഒരു ശീലക്കുറവുണ്ടാവും. അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ ആ സമരങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്നവരുമല്ല, ഞങ്ങൾ ആ സമരത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ വണ്ടിയിൽ പോകുമ്പം പോലും പിന്നെ അതിനെ ഫോളോ ചെയ്ത് നിന്നിട്ട് വർത്തമാനം പറയുന്ന ആളുകൾ വരെയുണ്ട്. ഇറിറ്റേറ്റഡ് ആണ് മൊത്തത്തിൽ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, പ്രത്യേകിച്ച് CPM പ്രവർത്തകന്മാർ. കാരണം അവർ പ്രതീക്ഷിക്കാതെ അടിയാണ് പിന്നെ സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിഷമം ഉണ്ടാവും. ആ വിഷമം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു കലാപമാക്കിയിട്ട് കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. ജനാധിപത്യത്തിൻ്റെ രീതികൾ അങ്ങനെയല്ല. അത് കേരളത്തിൻ്റെ ശീലവുമല്ല. അങ്ങനെ കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുകയാണെങ്കിൽ ജനങ്ങൾ അതിന് മറുപടി പോയി. ഞങ്ങൾ ഈ 102 സീറ്റ് ഞങ്ങൾ അത്യധ്വാനം ചെയ്ത് UDFിൻ്റെ നയപരമായ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഗോവിന്ദമാഷ് പറയുന്ന പോലെ ഞാൻ പറയുന്നില്ല. ജനങ്ങൾ UDFിന് വാരിക്കോരി കൊടുത്തതാണ്. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ജയമാണ്. ആ ജയം തന്നത് ജനങ്ങളാണ്. ആ ജനങ്ങൾ ഇപ്പോഴും നമ്മുടെ തെരുവുകളിലുണ്ട്. അത് ഞാനിപ്പോൾ സംസാരിക്കും പോലും പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞതാണ്. അതിനെ ആഘോഷിക്കുക എന്നുള്ളതല്ല, അതിനെ ഗൗരവത്തോടെ കാണുക എന്നുള്ളതാണ് UDF വിചാരിക്കുന്നത്. അങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങളിൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്ന് തന്നെ വളരെ സീരിയസ് ആയിട്ട് അതിൻ്റെ ഒരു ലൈസൺ തന്നെ പിന്നെ സീരിയസ് ആയിട്ട് ഡൽഹിയിൽ ആരംഭിക്കുന്നതിനെക്കുറിച്ച് CM പിന്നെ പറയുകയുണ്ടായി. അത് ആലോചിക്കേണ്ടതുണ്ട്. അത് പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് പിന്നെ അങ്ങനെ ഒരു വൈരനിര്യാതനമായ ബുദ്ധി വെച്ചിട്ട് ആളുകൾക്ക് ലഭ്യമാകേണ്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ തടയുക. ഇപ്പം പിന്നെ PMAY പോലെയുള്ള കാര്യം ഇവിടെ കോഴിക്കോടിൻ്റെ കൗൺസിലർ പ്രതിപക്ഷ നേതാവൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട്, നഗരങ്ങൾക്ക് കിട്ടുന്ന PMAY ഇല്ല, അതിന് പറഞ്ഞൊരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിൻ്റെ പേരിൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. PMശ്രീയിലെ കാര്യം അതല്ല. PMശ്രീ ഒരു ഐഡിയോളജിക്കൽ പ്രശ്നമാണ്. ഞങ്ങളതിനെ എതിർത്തവും നിലപാട് സ്വീകരിച്ചൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ആ സമിതിയൊക്കെ വെച്ച് ഞങ്ങൾ പരിശോധിക്കുന്നത്. അതേസമയത്ത് സാധാരണക്കാരന് കിട്ടുന്നത് ഇപ്പം ബഹുമാനപ്പെട്ട കേരളത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു ആനുകൂല്യം കൊടുത്താൽ അത് CPM കൊടുക്കുന്ന ആനുകൂല്യമല്ല. ഇപ്പോഴാണെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രി കൊടുക്കുന്നത് പിന്നെ അദ്ദേഹം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ആനുകൂല്യം അല്ലല്ലോ. അതുപോലെ തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നും.
അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അത്തരത്തിൽ പല പേരുകളിൽ ഇന്ദിരാ ആവാസ് യോജന എന്നൊക്കെ പറയുന്ന പദ്ധതികളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും വരുന്നുണ്ടെന്ന് കരുതിയിട്ട് അതിനെ തടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സാധാരണക്കാരന് എത്തേണ്ട ആനുകൂല്യങ്ങൾ അത് വാങ്ങിക്കൊടുക്കാനുള്ള ബാധ്യതയാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് ഞങ്ങൾ എന്തായാലും പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഗൗരവത്തിൽ തന്നെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമങ്ങളുണ്ടാവും. പക്ഷേ ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഞങ്ങളുടെ നിലപാടുകൾ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ മുന്നേറ്റം നടത്തൂ.